ആദ്യം സിനിമയിലേക്ക് പാടിയ പാട്ടുകളിലൊന്ന് കൈ നീട്ടുന്നു സാഗരം എന്ന് പറയുന്ന ആര്യാറ്റൂലെ പാട്ടാണ്. പലർക്കും അത് ചേട്ടൻ പാടിയതാണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അപ്പൊ ആ ഒരു പാട്ട് എങ്ങനെയാണ് ചേട്ടനിലേക്ക് വന്നത്? ആ സമയത്ത് നമ്മുടെ അല്ലു അർജുൻ ഇപ്പോഴും ഒരു ഐക്കൺ സ്റ്റാർ ആണ് ഇപ്പോഴും. എങ്കിലും പുള്ളി ആ സമയത്ത് കയറി വരുന്ന ആ സമയത്ത് മലയാളികൾക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള, എനിക്ക് തോന്നുന്നത് വിജയക്കാട്ടുപരിയായിട്ട് സ്വീകാര്യതയുള്ളൊരു നടനായിരുന്നു അല്ലു അർജുൻ ആ സമയത്ത്. അപ്പം പുള്ളിയുടെ സിനിമയിൽ ഒരു പാട്ട് പാടുക എന്നൊക്കെ നമ്മൾ പല പഴയ ആര്യയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു പാട്ട് പാടിയ കൊള്ളാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പുള്ളിനെ എനിക്കും വലിയ ഇഷ്ടമായിരുന്നു, ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ചഞ്ചു എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് ഈ അല്ലു അർജുൻ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു വലിയൊരു അതിൻ്റെ മെയിൻ ഒരാളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പുള്ളിയെടുത്ത് ഈ കാര്യം പറഞ്ഞ് എനിക്കൊരു പാട്ട് പാടിയ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ പുള്ളി നേരെ അതിൻ്റെ ഈ പറഞ്ഞ പ്രൊഡ്യൂസറെയൊക്കെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ നേരെ ട്രിവാൻഡ്രത്ത് പോയി വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് എനിക്ക് പാടാൻ വേണ്ടി പറ്റി. പുള്ളിയൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ആ സമയത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് പുള്ളിയൊക്കെയായിട്ട്. പുള്ളി ആ പാട്ടൊക്കെ കേട്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അവിടുത്തെ പ്രൊഡ്യൂസർ കന്നഡയിലെ പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അല്ലു അർജുൻ ഈ പാട്ട് കേട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, അത് എനിക്കറിയില്ല. പക്ഷെ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പാട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ജസ്റ്റ് പുള്ളി ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ ആ ഒരു വേറൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗറിൽ ചേട്ടന്റെ യാലി എന്ന് പറഞ്ഞ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ജഡ്ജസും അതുപോലെ തന്നെ ഇപ്പൊ അനുപേട്ടനൊക്കെ എടുത്തു പൊക്കിയ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഡാൻസ് ഒക്കെ ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ടാണ് ആ ഒരു പെർഫോമൻസ് ചെയ്തത്. എങ്ങനെയായിരുന്നു അന്ന് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയതും ആ ഒരു പാട്ട്, ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കറിയില്ല, അതൊക്കെ ഒരു ഇൻസിഡന്റ് ആയിട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കും ചിലപ്പം. ആ സമയത്ത് നമ്മൾ ഇങ്ങനൊരു ഞാനാണ് സ്റ്റാർ സിംഗറിൽ 10,000-15,000 എൻട്രി ഫോമിൽ നിന്ന് 100 പേരെ സെലക്ട് ചെയ്തു. 1000 പേരെ പല സ്ഥലത്തു നിന്നായിട്ട് സെലക്ട് ചെയ്തു. അതിൻ്റെ അകത്ത് 100 പേരെ സെലക്ട് ചെയ്തു. അവരെ വെച്ചിട്ട് പിന്നെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഒരു 50 ആളുകളെ സെലക്ട് ചെയ്തു. അങ്ങനെ അതിൻ്റെ അകത്താണ് ഞാൻ എത്തുന്നത്. അതിൽ ഏറ്റവും അവസാനമാണ് ഞാൻ പാടുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ എപ്പിസോഡ് എൻ്റെ എപ്പിസോഡായിരുന്നു. അതാണ് ഞാൻ മായാമയൂർ എന്നുള്ള പാട്ട് പാടുന്നത്. അതും പാടി. പിന്നെ എൻ്റെ സെക്കൻഡ് എപ്പിസോഡ് അവസാനം വന്നപ്പോഴാണ്, ഈ ഫാസ്റ്റ് നമ്പേഴ്സിൽ വന്നപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ യാലി എന്ന് പറഞ്ഞ പാട്ട്, അല്ല സോറി, അന്ന് ആദ്യം പാടുന്നത് ജൂംബറാബറാണ്. അതിനുശേഷമാണ് അതും ആ ഹിറ്റായിരുന്നു. അതിനുശേഷമാണ് സെക്കൻഡ് ആ റൗണ്ടിൽ ഞാൻ ലാസ്റ്റ് പാടിയിട്ട് പിന്നെ വരുന്നത് ഫസ്റ്റ് റൗണ്ടിൽ ഒന്നാമത്. പിന്നെ ആ 49 പേരിൽ ഒന്നാമനായിട്ടാണ് പിന്നെ പാടുന്നത്. കാരണം ആ റൗണ്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ പിന്നെ ഒന്നാമത് പാടി. അന്ന് പാടിയ പാട്ടാണ് ഈ യാലി. പക്ഷേ എനിക്കും അറിയില്ല എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഡാൻസേഴ്സ് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ പാട്ട് സ്ഥിരം ആ സമയത്ത് ഗാനമേളകളിലൊക്കെ സജീവമായതുകൊണ്ട് പാട്ട് അത്യാവശ്യം അറിയാമായിരുന്നു. അത് നമുക്ക് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചാലും ഈ പാടാൻ പറ്റുന്നൊരു പാട്ടായിരുന്നു അപ്പോൾ കേട്ടോ. ഇപ്പോഴും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് പാട്ടിൻ്റെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിരുന്നു. പിന്നെ ഈ ഡാൻസിൻ്റെ കാര്യത്തിൽ അപ്പോൾ അത് മാത്രം ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെറുതായിട്ടൊക്കെ ആ സമയത്തൊക്കെ ഡാൻസൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് കളിച്ചിട്ടുണ്ട്. കുറേ പാട്ടുകൾക്കൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് എന്തോ ആ സമയത്ത് അത് നന്നായി വന്നു. അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ സമയം അത് തന്നെ. ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് ഏതാണ്? ഇപ്പം വിന്നർ ആയതല്ലാതെ നോക്കുകയാണെങ്കിൽ പാട്ടിനെ കുറിച്ചോ നമുക്ക് പറയത്തക്കതായിട്ടുള്ള സംഗീത പാരമ്പര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പം നമുക്ക് സ്റ്റാർ സിംഗറിൽ വന്നപ്പം ഓരോ മൊമെൻറ്റ്സും അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ട് എനിക്ക് എല്ലാ മൊമെൻറ്റ്സും എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ഒത്തിരി നല്ല മൊമെൻറ്റ്സുകളുണ്ട്, അതെല്ലാം നമുക്ക് എൻജോയ് ചെയ്ത മൊമെൻറ്റ്സുകളാണ്. ചിത്ര ചേച്ചിയൊക്കെ ഇപ്പോൾ ഈ പാട്ടുകൾ പാടുന്ന സമയത്ത് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആ ജഡ്ജസും അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് വെക്കാറുണ്ടോ? അവരുടെ ഒപ്പം ഒക്കെ പ്രോഗ്രാം ചെയ്യാറുണ്ടോ? ഒത്തിരി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് ചിത്ര ചേച്ചി പറഞ്ഞ ഒരു അഭിപ്രായം, അന്ന് പറഞ്ഞൊരു ഒരു കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ അതിലേക്ക് തന്നെ വരാം. യാലി തുടങ്ങുന്ന ആ പാട്ടിൻ്റെ പകുതി എത്തുമ്പോൾ ഞാനിങ്ങനെ നിലത്ത് കുനിഞ്ഞിട്ട് എഴുന്നേറ്റ് പാടി. അപ്പം ആ പാടുന്ന സമയത്ത് ബ്രീത്ത് നമുക്കൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്.
കാരണം അന്ന് നമുക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പം ചേച്ചി ഒരു കമൻറ്റ് പറഞ്ഞത്, ജോബി ഇരുന്നിട്ടും നിന്നിട്ടും കിടന്നിട്ടും ഒക്കെ പാടുന്ന സമയത്ത് ബ്രീത്തൊന്നും പോകാതെ ജോബി ഇത് ഇങ്ങനെ പാടിയത്, അത് എങ്ങനെയാണ് ഇത് പാടുന്നത് എന്നുള്ളൊരു കമൻസ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം അത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമായിരുന്നു. കാരണം അത് എന്താ പറയുക, അത് നമ്മുടെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അത് പോകാതെ ഇതിലൊക്കെ കൂടുതൽ കെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ലിറിക്കിൽ എന്തെങ്കിലും തെറ്റുകൾ വരുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ടെൻഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ലിറിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരാത്തത്. എന്ന് പറഞ്ഞാൽ അന്ന് ഈ പറഞ്ഞതുപോലെ ബ്രീത്ത് പോകുന്നൊന്നും എനിക്ക് പേടിയില്ലായിരുന്നു. സോ നമ്മളതുപോലെ തന്നെ പാടി. പക്ഷെ അത് നല്ലൊരു കമന്റ്സ് ആയിട്ട് ഞാൻ ഓർക്കാണ് ചിത്ര ചേച്ചി പറഞ്ഞത്. ഒരുപാട് ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതിന്റെ അവസാനം, എനിക്കിതുപോലെ ഡാൻസ് കളിച്ചുകൊണ്ട് പാടാൻ പറ്റത്തില്ല അങ്ങനെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വലിയൊരു അവാർഡല്ലേ. കാരണം അത് പാട്ട് പാടുക, ആ കൂട്ടത്തിൽ ഡാൻസും ചെയ്യുക, അതും ബ്രീത്ത് പോകാതെയൊക്കെ പാടുക എന്നൊക്കെ പറയുന്നത് അത് വലിയ കാര്യം. അതിപ്പം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ സ്റ്റേജിലൊക്കെ ഒരു പെർഫോമൻസ് ഒരു വെടിക്കെട്ട് പെർഫോമൻസ് ഒക്കെ ചെയ്ത് തിരിച്ച് എന്താ പറയുക, നമ്മൾ ഈ എന്താ പറയുക വേറെ മറ്റേ ഒരു 10 ഗോൾ അടിച്ചിട്ട് തിരിച്ച് വരുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും. അത്രയും വേർത്ത് അതല്ലെങ്കിൽ അത്രയും നമ്മൾ അണച്ചുകൊണ്ടായിരിക്കും ആ സ്റ്റേജിൻ്റെ പുറകോട്ട് വരിക. അത്രയും അപ്പോൾ ആ ബ്രീത്തിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കുറച്ച് നാൾ മുമ്പ് ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ചേട്ടൻ്റെ പേരിൽ പണം തട്ടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടിരുന്നു. അതെന്തായിരുന്നു പറഞ്ഞത്? അത് എന്താ പറയുക, നമ്മുടെ പേര് വെച്ചിട്ട് ഒരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി ഞാൻ എന്ത് പോസ്റ്റ് ചെയ്താലും ആ പോസ്റ്റെല്ലാം എടുത്തിട്ട് അവൻ്റെ പോസ്റ്റാക്കും. അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ ആരെയൊക്കെയോ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്നൊക്കെ പൈസയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എൻ്റെ ഒരു വൈഫിൻ്റെ പള്ളിയിലൊക്കെ കൂടുന്ന ഒരു ടീമാണ്, ഒരു US-ലുള്ള ഒരു ടീമാണ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു പൈസ. അപ്പം പുള്ളിക്കാരൻ ഞാൻ US-ൽ പ്രോഗ്രാമിന് പോകുമ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുള്ള. അപ്പം ഇവനറിയില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് വിളിക്കുകയില്ലോ എന്നറിയില്ലായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ നേരിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് പറ്റി ജോബി? അപ്പോൾ എൻ്റെ ഒരാൾ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഈ പൈസ തീർത്ത് പിരിക്കുന്നത്. എനിക്കത് അറിയുപോലുമില്ല. അങ്ങനെ പുള്ളി ഈ പറഞ്ഞതുപോലെ US-ലേക്ക് വിളിച്ച് പിന്നെ ഈ പൈസ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ജോബിയുടെ ആരോ ഹോസ്പിറ്റലുള്ള, എനിക്കൊരു പിന്നെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അങ്ങനെ ആരുമില്ല. അല്ല അപ്പോളോ ഹോസ്പിറ്റലിൽ ആരോ ഉണ്ടല്ലോ, ആരോ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ആരുമില്ല. അപ്പോൾ ഈ നമ്പർ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. എന്നാൽ ഇതിൽ ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ആ പുള്ളിയുടെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഫോട്ടോ തന്നെ വേറൊരു നമ്പറിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഈ പുള്ളീനെ ഞാനാകെ ഇപ്പോൾ നാട്ടുകാർ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ, നമുക്ക് നാണക്കേടല്ലേ. അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുന്നതാണ്. ഞാൻ അങ്ങനെ പുള്ളീനെ കൊണ്ട് അവൻ ഇതുവരെ വാങ്ങിച്ച എന്താ പറയുക പൈസ അല്ലെങ്കിൽ അതുവരെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുള്ളിക്ക് കൊടുക്കുക, അതിലും കൂടുതൽ പുള്ളി തരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കിവിടെ കമ്പനി ഉണ്ട്, ഞങ്ങൾക്കിവിടെ മറ്റേ ഒരു ചാരിറ്റിയാണ് ഞങ്ങൾ കൂടുതൽ, അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാണിക്കണേ, നിങ്ങൾ തന്നതിനേക്കാൾ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് അറിയണം, അതിൻ്റെ കൂടുതൽ ഞാൻ തരാം എന്തൊക്കെയോ പറഞ്ഞ് പുള്ളി എന്ത് ചെയ്തു, എൻ്റെ ഡീറ്റെയിൽസ് തീർത്തും വാങ്ങിച്ചെടുത്തു. ആ പുള്ളി ആ ഡീറ്റെയിൽസ് തീർത്ത് എനിക്ക് ഫോർവേഡ് ചെയ്തു. നേരെ സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുത്തു നേരെ. അപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ പോലീസ് ചോദിച്ചു കാണണോ, പുള്ളീനെ കാണണോ? ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിട്ട് ഇനിയിപ്പം നാളെ അവൻ വേറെ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് വന്നു കഴിഞ്ഞാലേ ഞാൻ കേസ് കൊടുത്തിട്ട് കണ്ടെന്നുള്ള ഇതിൽ പറയണ്ട. അപ്പോൾ അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, പിന്നെ നേരെ അവരെ കണ്ടു. പിന്നെ അവൻ്റെ ബാക്കിയുള്ള എൻ്റെ ആ സമയത്ത് എനിക്ക് ഏതാണ്ട് 8 9 അക്കൗണ്ട് കണ്ടുണ്ട് ജോബി ജോൺ എന്ന് പറഞ്ഞു. അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇപ്പം ഒരു അക്കൗണ്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അത്. എനിവേ കുറച്ച് പൈസ അവൻ ഉണ്ടാക്കി. അവൻ മാത്രമല്ല കേട്ടോ, ഒത്തിരി പേര് ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ജോബി ജോണിൻ്റെ അവസ്ഥ കണ്ടാൽ ഞെട്ടിപ്പോകും. ജോബി ജോൺ എന്താ പറയുക, ജോബി ജോണിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും ഒക്കെ ടാഗ് ലൈനൊക്കെ അങ്ങനെ ആയിരിക്കും വരുന്നത്. പക്ഷേ പിന്നെ ഉള്ളിൽ അത് വായിച്ചു നോക്കുമ്പോൾ ആയിരിക്കും പലരും നമുക്ക് മെസ്സേജ് അയക്കുന്നത്. നമ്മൾ വലിയ മില്യനെയറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിട്ടില്ല, അത്യാവശ്യം ജീവിച്ചു പോകാൻ ദൈവം തമ്പുരാൻ സഹായിച്ച് അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. പിന്നെ അവരങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോട്ടെ,
പക്ഷേ ഇങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ വേദനിപ്പിക്കുന്നത് അത്ര ഒരു സുഖമുള്ള കാര്യമല്ല അല്ലേ? ഒരാളെ തന്നെ എപ്പോഴും എടുത്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ്, അതൊരു സുഖമുള്ള കാര്യമല്ല. കുറേയൊക്കെ ആകാം. എപ്പോഴും ഒരാളെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അല്ലേ, ആൾക്കാരും മടുത്ത്. ഇപ്പം എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വേറെ ആളെ പിടിക്കും. നമ്മുടെ നമ്മളെ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ മടുത്തില്ലേ, ഇനി വേറൊരാളെ നിങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക. നമ്മുടെ കാര്യങ്ങൾ കണ്ട് ആളുകൾ കേട്ട് മടുത്ത്